കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്റർ BRCയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് INTUCയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വിദ്യാഭ്യാസോപജില്ലയിൽ അധ്യാപകരുടെ പരിശീലനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി പ്രവർത്തിച്ചുവരുന്ന BRCയിൽ 32 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഈ പണം തിരിച്ചടച്ചതായും 2 താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിലവിൽ നടത്താത്ത പരിപാടികളുടെ പേരിലും പഠന ഉപകരണങ്ങൾ പരിശീലനത്തിനായി വാങ്ങിയതിന്റെയും ശമ്പളം ഉൾപ്പെടെ മറ്റു ജീവനക്കാർക്ക് നൽകുന്നതിലും വീഴ്ചയുള്ളതായി നിരവധി തവണ പരാതികൾ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയത് 2 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണെന്നിരിക്കെ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കട്ടപ്പന BRCയിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും കേവലം 2 കരാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് നടപടി അവസാനിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ ഇടപെടൽ സംശയാസ്പദമാണെന്നും INTUC കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്റർ BRCയിൽ നടന്നിട്ടുള്ള അഴിമതി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ 2 കരാർ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് 32 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തിയത്. ഇത് കഴിഞ്ഞ 2 വർഷത്തെയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ വ്യക്തികൾ അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് മറ്റ് അംഗപരിമിതരും അതുപോലെ തന്നെ മറ്റ് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പരിശീലനം കൊടുക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന സ്ഥാപനങ്ങളും ക്ലസ്റ്ററുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനുള്ള വന്നിട്ടുള്ള സാമ്പത്തിക മുഴുവനും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 വർഷക്കാലത്തെ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 10 വർഷത്തെ കാലത്തെ സാമ്പത്തിക വിക്രയങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കരാറ് ആളുകളെ ഉപയോഗിച്ച് വലിയ തട്ടിപ്പ് നടത്തുകയും പരാതി പുറത്തു വന്ന സമയത്ത് അവരെ മാത്രം 2 പേരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെടുകയും ഈ കരാറുകാരെ നിയമിച്ചതാരാണ്? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ കരാറുകാരെ നിയമിച്ചിട്ടുള്ളത്. ആ കരാറുകാരെല്ലാം ഇടതുപക്ഷവുമായി ബന്ധമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ആ പ്രസ്ഥാനം കൈകാര്യം ചെയ്ത് മുഴുവൻ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള അവരുടെ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി രാഷ്ട്രീയമായ ഒരു സംരക്ഷണം ഇവർക്കുണ്ട് എന്നുകൂടി പുറത്തു വരികയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ വിജിലൻസ് ഇടപെട്ട് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ ജനകീയ പ്രക്ഷോഭം എന്ന നിലയ്ക്ക് BRCയിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരവും ഞങ്ങൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം കുറ്റക്കാരിൽ നിന്നും ഈടാക്കണമെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും INTUC കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി BRCയിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. രൂപങ്ങൾ, രൂപക്കൂടുകൾ, ഹൈ ക്വാളിറ്റി LED ഫോട്ടോസ് വാറന്റിയോടുകൂടി. തടി ഫ്രെയിം ഫോട്ടോകൾ, ഫോട്ടോ ഫ്രെയിമിംഗ്, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ, വാഹനങ്ങളിൽ വയ്ക്കുന്ന കാർ സ്റ്റാച്യൂസ് തുടങ്ങിയവ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഫ്രെയിം ദ കംപ്ലീറ്റ് ഫോട്ടോഷോപ്പ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.